മലക്കപ്പാറ മയിലാടുംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 തോട്ടം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. മാള പുത്തഞ്ചിറയിൽ പശനിർമ്മാണ യൂണിറ്റിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 25 ടൺ യൂറിയ പിടികൂടി. കർണാടകയിൽ നിന്നെത്തിച്ച യൂറിയയാണ് പിടികൂടിയത്. ചരിത്രപ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. ശനി ഞായർ തീയതികളിലാണ് തിരുനാൾ. തൃശൂരിൽ 50 ലിറ്റർ വാഷ് പിടികൂടി. ആൾതാമസമില്ലാത്ത വീടിന് സമീപത്തുള്ള വെള്ളച്ചാലിനടുത്തു നിന്നാണ് വാഷ് കണ്ടെത്തിയത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മലക്കപ്പാറ തേയില എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണം. 3 പേർക്ക് പരിക്ക്. തൊഴിലാളികളായ രാജകുമാരി, രാധ, സൂപ്പർവൈസർ കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ രാജകുമാരിയെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലും മറ്റുള്ളവരെ മലക്കപ്പാറ എസ്റ്റേറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. തേയില നുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഓടിയെത്തിയ ഒറ്റയാനെ കണ്ട് തൊഴിലാളികളും ജീവനക്കാരും നാലുപാടും ചിതറിയോടി. താഴെ വീണ രാജകുമാരിയെ ദേഹത്ത് കുത്തുകയായിരുന്നു. ഇതിനിടെ ആളുകൾ ബഹളം വെച്ചതോടെ ആന കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഓടുന്നതിനിടയിലാണ് രാധയ്ക്കും സൂപ്പർവൈസർ കുമാറിനും നിലത്ത് വീണ് പരിക്കേറ്റത്. പരിയാരം പീലാർമുഴിയിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങി. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയടക്കം 4 ആനകളാണ് ഇറങ്ങിയത്. കനാലിന്റെ മറുകരയിലെ മോഡേൺ പ്ലാക്കൽ ഷൈബുവിന്റെ പറമ്പിലെത്തിയ ആനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. ആളുകൾ ബഹളം വെച്ചതോടെ ആനകൾ തിരിച്ചുപോയി. കോട്ടാമലയിൽ നിന്നാണ് ആനകളെത്തിയത്. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ടുതൊടി റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള മൂരിക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. തോട്ടം തൊഴിലാളികളാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കുണ്ടായി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടത്. വനപാലകർ സ്ഥലത്തെത്തി മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. മൂരിക്കുട്ടിയുടെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മാസങ്ങളായി പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പതിവായിരിക്കുകയാണ്. 2 ആഴ്ച മുൻപ് മുപ്ലി പ്രദേശത്ത് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലായിരുന്നു. നിരന്തരം പുലിയിറങ്ങി പ്രദേശത്ത് ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വന്യജീവി ശല്യത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. മട്ടത്തൂർ പഞ്ചായത്തിൽ വന്യജീവി ശല്യം പതിവായി അനുഭവപ്പെടുന്ന താളുപാട മുപ്ലി പ്രദേശങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മുപ്ലി വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാന, പുലി തുടങ്ങിയ മൃഗങ്ങളാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടുള്ളത്. പുലിയും കാട്ടാനയും നാട്ടിലിറങ്ങി ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിച്ച വിഹരിച്ചിട്ടും വനപാലകരും ബന്ധപ്പെട്ട മറ്റ് അധികൃത കേന്ദ്രങ്ങളും നിസ്സംഗതയോടെ കാഴ്ചക്കാരായി നിൽക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലത്തുനിന്നോ ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ല. അവിടെ നിന്ന് വന്യജീവികൾ ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾ ഇവിടെ നിന്ന് മാറി പോകട്ടെ എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു വാഴ പോയിട്ട് ഒരു തെങ്ങോ അടയ്ക്കാരമോ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെ മലയോര മേഖലയിലുള്ള കർഷകർ വളരെ ബുദ്ധിമുട്ടി അവരിവിടെ ജീവിച്ചു പോവുകയാണ്. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഏതാനും ദിവസം മുൻപ് മുപ്ലിയിലെ വീട്ടുമുറ്റത്ത് പുലി എത്തിയതിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പുറത്തിറങ്ങുന്ന തൊഴിലാളികൾ പലപ്പോഴും ഇവിടെ റോഡിൽ പുലിയെയും കാട്ടാനകളെയും കാണാറുണ്ട്. കഴിഞ്ഞ രാത്രി താളൂപ്പാടത്ത് കൃഷിത്തോട്ടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കുലവന്ന 300ഓളം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. വന്യജീവികൾ വനാതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് തകരാറിലായാൽ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്.
വന്യജീവികളിറങ്ങി നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ മലയോര കർഷകർ പലരും ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുകയാണ്. TCV ന്യൂസ്, കൊടകര. മാള പുത്തഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന പശ നിർമ്മാണ യൂണിറ്റിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 25 ടൺ യൂറിയ പിടികൂടി. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന യൂറിയയാണ് പിടിച്ചെടുത്തത്. കൃഷിവകുപ്പ് ക്വാളിറ്റി കൺട്രോളർ AJ വിവൻസി, ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. യൂറിയ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. വൻതോതിൽ ശേഖരിച്ച യൂറിയയുടെ രേഖകൾ ഉണ്ടായിരുന്നില്ല. രേഖകൾ സംബന്ധിച്ച് അടുത്ത ദിവസം GST അധികൃതർ പരിശോധന നടത്തുമെന്നാണ് സൂചന. ചരിത്രപ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 4:30 വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച പുലർച്ചെ കൂടുതുറക്കൽ ചടങ്ങുകളോടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 4 അങ്ങാടി ചുറ്റി പ്രദക്ഷിണം നടക്കും. 20 8-ാം ഇടം ആഘോഷിക്കും. വികാരി ഫാദർ ജോൺസൺ കക്കാട്ട്, കൈക്കാരന്മാരായ ജോഫി നാൽപ്പാട്ട്, BD ജൂലിയാസ്, ജനറൽ കൺവീനർ ജിഷോ ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിച്ചൂരിൽ നിന്ന് 50 ലിറ്റർ വാഷ് പിടികൂടി. പൊൻകുന്നം നഗറിൽ പടിഞ്ഞാറേതിൽ ശിവശങ്കരന്റെ ഉടമസ്ഥയിലുള്ള ആൾതാമസമില്ലാത്ത വീടിന് സമീപത്തുള്ള വെള്ളച്ചാലിനടുത്തു നിന്നാണ് വാഷ് കണ്ടെത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നിറച്ചുവെച്ച് വാഷ് പിടികൂടിയത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ B പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ യദുൽ കൃഷ്ണ, TP സനീഷ്, നൂർജ വിനു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ ബൈക്ക് യാത്രികരെ തടഞ്ഞു നിർത്തി മരവടി കൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച 3 പേർ അറസ്റ്റിലായി. കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് സ്വദേശികളായ മുരിങ്ങത്ത് വീട്ടിൽ സുധീൻ, പുറയാറ്റുപറമ്പിൽ ഗോകുൽ കൃഷ്ണ, ആറാട്ടുപുഴ തലപ്പള്ളി വീട്ടിൽ ദേവദത്തൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കണക്കൻകോട്ട സ്വദേശികളായ പേച്ചേരി വീട്ടിൽ സുധാകരൻ, പേയിൽ വീട്ടിൽ സലീഷ് എന്നിവരെയാണ് 3-അംഗ സംഘം ആക്രമിച്ചത്. ശനിയാഴ്ച രാത്രി കരുവന്നൂർ ചേലക്കടവിൽ വെച്ചായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇരിങ്ങാലക്കുട SHO അനീഷ് കരീം, SI മാരായ ക്ലീറ്റസ്, KP രാജു, പ്രസന്നകുമാർ, സുധീഷ്, AK രാഹുൽ, സുജിത്, KV സജീഷ്, MK രാജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത 66 മതിലകം CK വളവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആലുവയിൽ നിന്ന് കയ്പമംഗലത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മതിലകം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സർഗശക്തിയുള്ള വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും ശാസ്ത്രത്തിനപ്പുറത്തേക്ക് ആത്മീയ ശക്തിയെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കൊടകര സഹൃദയ കോളേജിന്റെ സ്വയംഭരണാവകാശ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര സ്വഭാവത്തോടുകൂടിയ പാഠ്യപദ്ധതിക്ക് ഊന്നൽ നൽകണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ബിഷപ്പ് മാർ പുളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി അക്കാദമിക തലത്തിലും അല്ലാതെയും അനുഭവം ഞാനും അക്കാദമിക് ഞാനും രണ്ടും ഒരുപോലെ സന്നിവേശിപ്പിച്ച് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അത് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി രൂപീകരിക്കും. പ്രസാദ ഊട്ടിന്റെ പരിശോധന പതിവായി ഉറപ്പാക്കുകയും കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. കേരള ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി റവന്യൂ വകുപ്പ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഇക്കാര്യം അറിയിച്ചത്. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ K ഗോവിന്ദൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊടുങ്ങല്ലൂരിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം, ചേരമാൻ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലാണ് ഗവർണർ സന്ദർശിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാനേജർ K വിനോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിവിധ
പുഷ്പാഞ്ജലികൾ, നെയ്പായസ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾക്ക് ശേഷം ഗവർണർ മടങ്ങി. ചേരമാൻ ജുമാ മസ്ജിദിലെത്തിയ ഗവർണറെ ചേരമാൻ മഹല്ല് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, മഹല്ല് പ്രസിഡന്റ് NA റഫീഖ്, സെക്രട്ടറി CY സലീം, ട്രഷറർ VA ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ജോയിന്റ് സെക്രട്ടറി PI ബഷീർ, കമ്മിറ്റി അംഗങ്ങളായ AK നവാസ്, നൌഷാദ് അറക്കൽ, MM സിനീർ, TA ഹൈദരാലി, അഡ്മിനിസ്ട്രേറ്റർ VS സുനൈസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. താനെഴുതിയ സർഗപ്രപഞ്ചം എന്ന പുസ്തകം ഗവർണർ മഹല്ല് ഭാരവാഹികൾക്ക് സമ്മാനിച്ചു. നായാട്ട് സംഘങ്ങൾ ഒരുക്കുന്ന വൈദ്യുത കെണിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണമേറുന്നു. കാട്ടുപന്നി, മാൻ, മുയൽ, മുള്ളൻപന്നി എന്നിവയെ പിടിക്കാനാണ് കെണിയൊരുക്കുന്നത്. വൈദ്യുതി ലൈനുകൾ, മോട്ടോർ പുരകൾ, ഒഴിഞ്ഞ സ്ഥലത്തെ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നും കണക്ഷൻ കൊടുത്താണ് കെണിയൊരുക്കുക. ഇത്തരത്തിൽ കെണിയൊരുക്കി കൊല്ലുന്ന മൃഗങ്ങളുടെ ഇറച്ചി വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നവരുമുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് കൂടുതലായും കെണിയൊരുക്കുന്നത്. വൈദ്യുതി കെണിയിൽപ്പെട്ട് കഴിഞ്ഞ വർഷം വടക്കാഞ്ചേരിയിൽ കാട്ടാന ചെരിഞ്ഞിരുന്നു. കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വരവൂരിൽ സഹോദരങ്ങൾ മരിച്ചത് 2 ദിവസം മുൻപാണ്. പാടത്ത് മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു ദുരന്തം. വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിൽ വയലിലും മറ്റും നടക്കാനിറങ്ങുന്നവരും കർഷകരുമാണ് കൂടുതലും ദുരന്തത്തിൽപ്പെടുന്നത്. വൈദ്യുതിക്കണിയിൽപ്പെട്ട് ജില്ലയിൽ തന്നെ നിരവധി പേരാണ് മരണമടഞ്ഞിട്ടുള്ളത്. ചില സംഭവങ്ങളിൽ പ്രതികളെ കണ്ടെത്താനും സാധിക്കാറില്ല. TCV തൃശൂർ. ചാവക്കാട് സ്വദേശിയുടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ധനകാര്യ സ്ഥാപന മേധാവിയായ മാപ്രാണം സ്വദേശി അറസ്റ്റിൽ. മാപ്രാണം ബ്ലോക്ക് റോഡിൽ സുവർണനെയാണ് ഇരിങ്ങാലക്കുട CI അനീഷ് കരീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് സ്വദേശി സന്ദീപിന്റെ 25.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. 2021 ചന്തക്കുന്നിൽ പ്രവർത്തിച്ചിരുന്ന എട്ടത്ത് നിധി ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വേളയിലാണ് സന്ദീപിനെ വഞ്ചിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഒളിവിലായിരുന്ന പ്രതി ജാമ്യമെടുക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തട്ടിപ്പിൽ ഉൾപ്പെട്ട കയ്പമംഗലം സ്വദേശിയും 2ാം പ്രതിയുമായ ജുബിൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിലെ ഡോക്ടറുടെ 2 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലും അറസ്റ്റിലായ സുവർണൻ പ്രതിയാണെന്ന്. സ്ത്രീയെ അപമാനിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ കേസുകൾ എടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാഞ്ഞാണി പെരുമ്പുഴ 1ാം പാലത്തിന് കീഴെ ചാലിൽ കണ്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. എറവ് ആറാംകല്ല് സ്വദേശി മാടമ്പക്കാട്ടിൽ 74 വയസ്സുള്ള ധർമ്മരാജനാണ് മരിച്ചത്. പുന്നൂർകുളം പഞ്ചായത്തിൽ എക്സിബിഷൻ ആൻഡ് മറൈൻ റിസർച്ച് സെന്റർ അമ്യൂസ്മെന്റ് പാർക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ചതാണെങ്കിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം കെട്ടിട നിർമ്മാണത്തിലെ ചട്ടലംഘനങ്ങൾ ക്രമവൽക്കരിക്കുന്നതിൽ സ്വീകരിച്ച നടപടികൾ വ്യക്തമല്ലെന്നും കമ്മീഷൻ അംഗം VK ബീനാകുമാരി ഉത്തരവിൽ പറഞ്ഞു. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം അന്തിമ റിപ്പോർട്ട് ഈ മാസം കമ്മീഷൻ കേസ് പരിഗണിക്കുന്ന സമയത്ത് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കമ്മീഷനിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിക്കിടയാക്കിയ നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ അനുമതിയില്ലെന്ന് പറയുന്നു. നിലവിൽ സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കടലോരത്തെ സർക്കാർ ഭൂമി കയ്യേറി റോഡും ചെറിയ പാലങ്ങളും കുളങ്ങളും അമ്യൂസ്മെന്റ് പാർക്കും നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇതിന് ലൈസൻസ് പുതുക്കിയിട്ടില്ലെങ്കിലും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിനായി പരാതിക്കാരനായ ശ്രീജിത്ത് കമ്മീഷനെ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂരും ജനറൽ സെക്രട്ടറി അജു M ജോണിയും നടത്തിവന്നിരുന്ന അനിശ്ചിതകാല നിരാഹാരം അവസാനിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ സമരം ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. ഗുരുവായൂരിലെ തെരുവുകളിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാക്കുക, തെരുവുകളിൽ അശരണരായി അലയുന്ന വിശ്വാസികളായ ഭക്തജനങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം പ്രത്യേക വിശ്രമ കേന്ദ്രം ഒരുക്കുക, സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കിഴക്കേനടയിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിനടുത്ത് ഇരുവരും നിരാഹാരമിരുന്നത്. എക്സിക്യൂട്ടീവ് യോഗത്തിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് സെക്രട്ടറി അജു M ജോണി അറിയിച്ചു. നഗരസഭാ കൌൺസിലർ KPA റഷീദ് നാരങ്ങനീര് നൽകി. ചാലക്കുടി ആനമല സംസ്ഥാനപാതയിൽ വെള്ളിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 4 കിലോമീറ്റർ ദൂരത്തിലാണ് ടാറിംഗ് നടക്കുന്നത്.
RSSുമായി നടത്തിയ രഹസ്യധാരണയുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ആരോപണ വിധേയനായി മുഖ്യമന്ത്രി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് പറഞ്ഞു. വെൽഫെയർ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം CM അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ്, ജില്ലാ കമ്മിറ്റി അംഗം സുലേഖ അസീസ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഹസൻ ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ചാഴൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നില്ല. നാട്ടുകാർ പിരിവെടുത്ത് 2 മാസം കൊണ്ട് പുതിയ പാലം നിർമ്മിച്ചു. സർക്കാർ സംവിധാനത്തിലൂടെ നീങ്ങിയാൽ നിർമ്മാണത്തിന് നീണ്ട കാലമെടുക്കുന്ന പാലം നാട്ടുകാർ വെറും 2 മാസങ്ങൾ കൊണ്ട് പണം ചിലവഴിച്ച് പൂർത്തീകരിച്ചു. ചാഴൂർ, ചേർപ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കരുവന്നൂർ പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് ഒഴുകുന്ന വെള്ളം നിയന്ത്രിക്കുന്നതുമായ വൈക്കൂച്ചിറ കമാൻഡോ മുഖം ആനക്കടവ് പാലം ജൂലൈ 31-നാണ് കോൺക്രീറ്റ് ബീം തകർന്നതിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നത്. പുഴവെള്ളം വൻതോതിൽ ഒഴുകി ജനവാസ മേഖലയിലേക്ക് ഒഴുകുകയും വിവിധ പഞ്ചായത്തുകളിലെ 2000-ഓളം വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തു. ജനരോഷത്തെ തുടർന്ന് 10 ലക്ഷം രൂപ ചെലവിൽ മുളക്കുറ്റികളിൽ മണ്ണ് നിറച്ച ചാക്കുകളിട്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചെങ്കിലും പാലം പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. ഇതോടെയാണ് നാട്ടുകാർ പാലം നവീകരണത്തിനായി മുന്നിട്ടിറങ്ങിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിഷയം അവതരിപ്പിച്ചു. ഇതിനായി മുഹമ്മദ് അലി പാലക്കൽ പ്രസിഡന്റായും SM മുഹമ്മദ് അലി സെക്രട്ടറിയായും നാട്ടുകാർ പുതിയ പാലം പണിയുന്നതിനായി ഒരു സമിതിക്ക് രൂപം നൽകി. വാർഡംഗം രമ്യ മാടക്കാവൽ മുഖേന പാലം പണിക്കായി പഞ്ചായത്ത് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതിയും വാങ്ങി. തുടർന്ന് നാട്ടുകാർ റെക്കോർഡ് വേഗത്തിൽ ചിലവ് കുറച്ച് മനോഹരമായ പാലം സ്വന്തമായി നിർമ്മിച്ചു. ഈ ഭാഗത്തുള്ള ഏകദേശം 300 വീട്ടുകാർ ആശ്രയിക്കുന്ന ഏക ഒരു പാലമാണിത്. ഇൻ കേസ് പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകേണ്ട വന്നാൽ ഈ വഴിയല്ലാതെ നമുക്ക് വേറെ വഴിയുണ്ട്, പക്ഷെ അത് കുറേ വളഞ്ഞൊക്കെ പോകണം. ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് ലാഭം കിട്ടും ഈ വഴി കൊണ്ട്. പിന്നെ ഇത് തള്ളിപ്പോയപ്പോൾ എല്ലാ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ, പഞ്ചായത്തിൻ്റെ സമ്മതത്തോടെ, ഇറിഗേഷൻ്റെ സമ്മതത്തോടെ, എല്ലാവരും സമ്മതത്തോടുകൂടെ ഇവിടെ ഒരു ജനപങ്കാളിത്തത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് പാലം നിർവഹിച്ചു. എല്ലാവർക്കും ഇതിനെപ്പറ്റി വളരെ വളരെ നന്ദിയുണ്ട്. 500 രൂപ മുതൽ 30,000 രൂപ വരെ സംഭാവനകൾ നൽകിയവർ ഗ്രൂപ്പിലുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികളായ 4 എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിച്ചു. 5 അടി വീതിയുണ്ടായിരുന്ന പാലം 9 അടി വീതിയിൽ 45 അടി നീളത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ചായം പൂശി പാലം സുരക്ഷിതവും മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1.5 മാസം എടുത്ത് 2.45 ലക്ഷം മാത്രം ചെലവാക്കിയാണ് നാട്ടുകാർ പാലം പണി പൂർത്തിയാക്കിയത്. വലിയ വാഹനങ്ങൾക്ക് വരെ കടന്നുപോകാവുന്ന വീതിയുണ്ട് പാലത്തിന്. പുഴമുഖത്ത് പുതിയ താൽക്കാലിക ബണ്ട് പണിതതിനാൽ പഴയ പാലത്തിലുണ്ടായിരുന്ന പലക കൊണ്ടുള്ള ഷട്ടർ ഒഴിവാക്കിയാണ് പുതിയ പാലം പണി തിരിക്കുന്നത്. പുതിയ പാലം വന്നതോടെ ഇരുഭാഗത്തുമുള്ള 300-ഓളം വീട്ടുകാർക്ക് സ്കൂളുകളിലേക്കും പള്ളികളിലേക്കും കടകളിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം ഈ പാലത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിനെത്തുന്ന തൃപ്രയാർ തേവർ ഈ ഭാഗത്തെ കൈച്ചാൽ മുറിച്ച് കടന്നുപോകുന്ന ചടങ്ങ് ഇവിടെയുണ്ട്. ഇതിന്റെ സ്മരണയ്ക്ക് ആനക്കടവ് പാലം എന്നാണ് നാട്ടുകാർ പുതിയ പാലത്തിന് പേര് നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പുലിമ പുതുക്കാടിന്റെ 5ാം ഘട്ട പുരസ്കാര വിതരണം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, അജിത സുധാകരൻ, TS ബൈജു, N മനോജ്, സുന്ദരി മോഹൻദാസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ S സ്വപ്ന, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, പുതുക്കാട് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി തുടങ്ങിയവർ സംസാരിച്ചു. 173 അയൽക്കൂട്ടങ്ങളിൽ 21 ഏക്കർ സ്ഥലത്ത് 98.8 ടൺ പച്ചക്കറിയാണ് ഈ ഘട്ടത്തിൽ വിളവെടുത്തത്. തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ തുടരുന്നു. വിജയദശമി ദിനം വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ 5ാം ദിവസം പാലാഴി സപ്തസ്വര സംഗീത വിദ്യാലയത്തിന്റെ സംഗീതാർച്ചന നടന്നു. ഗാനഭൂഷണം രജനി രാജന്റെ നേതൃത്വത്തിൽ 14ഓളം കുട്ടികളാണ് സംഗീതാർച്ചന നടത്തിയത്. വിജയദശമി ദിനമായ ഞായറാഴ്ച പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും കുട്ടികളെ എഴുത്തിനെടുത്തുവാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, സംസ്ഥാന കോർഡിനേറ്റർ രാജലക്ഷ്മി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സ്മിത മുരളി, KR രാധിക, കല്യാണി S നായർ, വിനോദിനി പാലക്കൽ, വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അതുപോലെ അറുമുഖൻ വെങ്കടങ്ങ് സ്മൃതി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അറുമുഖ സന്ധ്യ ആകർഷകമായി. അറുമുഖൻ വെങ്കടങ്ങിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്മൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് സർജു തോയക്കാവ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ, വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ആറ്റത്തറ കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹത്തിന് മേൽശാന്തി ശിവശങ്കരൻ കല്ലെടുത്ത് എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ആചാര്യവരണം, ഭാഗവത മാഹാത്മ്യ പ്രവചനം, വിഷ്ണു സഹസ്രനാമ ജപം, സമൂഹ പ്രാർത്ഥന, പാരായണം, പ്രഭാഷണം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഗോപാല ജപം എന്നിവ നടന്നു. യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീശൻ, യജ്ഞ പൗരാണിക രാധാദേവി, ലക്ഷ്മണ ശർമ്മ എന്നിവരാണ് ഭാഗവത സപ്താഹം വായന നയിക്കുന്നത്. ക്ഷേത്ര കോമരം ബാലൻ നായർ ബിൽക്കൂറ്റിൽ, ആറ്റത്തറ കർക്കിടകത്തുകാവ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് AG ഗോപി, സെക്രട്ടറി MK വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ വെള്ളിയും വെങ്കലവും കരസ്ഥമാക്കിയ കാരമുക്ക് സ്വദേശികളായ റജി വത്സൻ, ആൽവിൻ പോൾ എന്നിവരെ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP TN പ്രതാപൻ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. ഫാദർ പ്രതീഷ് കൊല്ലറയ്ക്കൽ, DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, KK പ്രകാശൻ, റോബിൻ വടക്കേത്തല തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മേള ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലയിലെ 90 വിദ്യാലയങ്ങളിൽ നിന്നായി 2564 വിദ്യാർത്ഥി പ്രതിഭകളാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്. നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രവൃത്തി പരിചയമേളയും നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ ഗണിതമേളയും നടന്നു. ചൊവ്വാഴ്ച നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും വെസ്റ്റ് KMUP സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രമേളയും നടക്കും. മേളയുടെ സമാപനം ചൊവ്വാഴ്ച തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ, അനുബന്ധ ജീവനക്കാർ എന്നിവരെ നിയമിക്കുക, OP സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ഔസേബ് ചെരടായി അധ്യക്ഷത വഹിച്ചു. ഡേവിസ് അക്കര, മൂളി ജോസഫ്, ഫൈസൽ ഇബ്രാഹിം, വിനയൻ പണിക്കവളപ്പിൽ, ലൈസ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ കടമുറികളിലേക്ക് ഇടിച്ചു കയറിയ അപകടത്തിൽ ആർക്കും പരിക്കില്ല. അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപത്തുള്ള കോഴിക്കടയിലേക്കും ഇരുമ്പ് സാമഗ്രികൾ വിൽക്കുന്ന കടയിലേക്കുമാണ് കാർ ഇടിച്ചു കയറിയത്. കുറ്റിപ്പുറം സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടകളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. മാള സ്നേഹഗിരിയിൽ വഴിയോരത്ത് നിന്നിരുന്ന മാവ് പുരയിടത്തിലേക്ക് വീണു. ദ്രവിച്ച മരം വീണ് തോട്ടാൻ തങ്കമ്മയുടെ കുടിവെള്ള ടാങ്കും ശൌചാലയവും തകർന്നു. വീടിനോട് ചേർന്നുള്ള ഭാഗത്തേക്കാണ് മരം വീണത്. മരം അപകടാവസ്ഥയിലായതിനാൽ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതർക്കും മാള പഞ്ചായത്തിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് തങ്കമ്മ പറഞ്ഞു. 2 വർഷം മുൻപ് മരക്കൊമ്പുകൾ നീക്കം ചെയ്തതാണ്. അതേസമയം പരാതി ലഭിച്ചിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. എത്ര നാൾ മുമ്പ് പരാതി കൊടുത്തേ?
എരുമപ്പെട്ടി നെല്ലുവായിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ചിറ്റൂർ സ്വദേശി നെല്ലിക്കുന്ന് രൂപേഷിനാണ് പരിക്കേറ്റത്. മുല്ലയ്ക്കൽ പണ്ണാട്ടുകാവിന് സമീപത്താണ് അപകടമുണ്ടായത്. പരിക്കേറ്റ രൂപേഷിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാദ്യകലകൾ പരിശീലിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കൊരട്ടിയിലെ ഒരു സംഘം. മേളത്തിന് കാലങ്ങളേയുള്ളൂ, പ്രായമില്ല. വരുന്ന വിജയദശമിയിൽ വെസ്റ്റ് കൊരട്ടിയിൽ നടക്കുന്ന തിമിലയിലെ അപൂർവ അരങ്ങേറ്റം ഇതിന് തെളിവാകും. അൻപത്തിനാല് മുതൽ 84 വരെയുള്ള അംഗസംഘം പരിശീലനം പൂർത്തിയാക്കി. മേളക്കുലപതി കുഴൂർ നാരായണമാരാരുടെ സന്തത സഹചാരിയും വാദ്യകലയുടെ പ്രചാരകനുമായ MNS നായരും തിമിലയിൽ ഒപ്പമുണ്ട്. അനമനട മുരളീധരന്മാരാരുടെ ശിക്ഷണത്തിൽ 1 വർഷത്തിനകം ഇവർ പരിശീലനം പൂർത്തിയാക്കി. 64 വയസ്സുള്ള K നാരായണൻകുട്ടി, 59 വയസ്സുള്ള അശോക് കുമാർ പാലിയത്ത്, മഹേഷ് കുമാർ, ഗിരീഷ് കുമാർ, CP അനൂപ് എന്നിവരാണ് ഒപ്പമുള്ളത്. ഒട്ടും ആയാസമില്ലാതെ ഇവരെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മുരളീധരമാരാർ പറഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സാധാരണ കുട്ടികൾ പ്രായം കൂടിയ ആൾക്കാർ വരുമ്പോൾ അവർക്കും സംശയം, മറ്റുള്ളവർക്ക് സംശയമുണ്ട്. പക്ഷേ ഇവരൊക്കെ അതിൻ്റെ പരിശ്രമം, നല്ല പരിശ്രമത്തിൻ്റെ ഇതിൽ നല്ല രീതിയിൽ തന്നെ അരങ്ങേറ്റത്തിൽ തയ്യാറെടുപ്പായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ചെറിയ കുട്ടികളായാലും പ്രായമുള്ള ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും നല്ലൊരു ഉത്സാഹമായിട്ട് എല്ലാ മേഖലയും, മേളായാലും പഞ്ചവാദി ആയാലും എന്ത് കൂടുതൽ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. വാദ്യകലകളെ പ്രോത്സാഹിപ്പിക്കലും ഏത് പ്രായക്കാർക്കും രംഗത്തേക്ക് കടന്നു വരാമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ദൗത്യമെന്ന് MNS നായർ പറയുന്നു. പ്രധാനമായിട്ട് വാദ്യകലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആസ്വാദക വൃന്ദത്തെ വലുതാക്കിക്കൊണ്ടുവരാം. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഇതിൽ ചേർന്ന് പഠിച്ച് പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യാം. എന്നെ സംബന്ധിച്ചും ഞങ്ങളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഈ അരങ്ങേറ്റം കഴിഞ്ഞിട്ടും ഇത് തുടരാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. TCV ചാലക്കുടി. കാലാവധി കഴിഞ്ഞ് ഉപയോഗശൂന്യമായി അരി വിതരണം ചെയ്ത കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്ക് ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് LDF പരിയാരം മേഖലാ കമ്മിറ്റി അരിസഞ്ചിയുമായി മാർച്ച് നടത്തി. പോട്ടക്കാരൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് ബാങ്കിന്റെ മുൻപിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ചാലക്കുടി ഏരിയ കമ്മിറ്റി LDF കൺവീനർ KS അശോകൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി അധ്യക്ഷത വഹിച്ചു. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, MP ഗംഗാധരൻ, ഡെന്നിസ് K. ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. മൊബൈൽ ഫോണിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. അവണൂർ സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ സൈജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് ബാംഗ്ലൂരുള്ള ലെനോവ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് ഫോണിന്റെ വിലയായ 7,700 രൂപയും നഷ്ടപരിഹാരമായി 15,000 രൂപയും ചെലവിലേക്ക് 5,000 രൂപയും നൽകുവാൻ ഉത്തരവായി. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. വാഴപ്പിലാത്ത് ക്ഷേത്രത്തിന് സമീപം ഓണാഘോഷത്തിന്റെ വടംവലിക്കിടെ നടന്ന കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി അറസ്റ്റിലായി. കാക്കശ്ശേരി സ്വദേശി നരിയമ്പുള്ളി വീട്ടിൽ യദുലാലാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6ആയി. ഒളിവിലായിരുന്ന പ്രതിയെ പാവറട്ടി പോലീസ് ഇൻസ്പെക്ടർ KG കൃഷ്ണകുമാർ, SI D വൈശാഖൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടംവലി മത്സരത്തിൽ എളവള്ളി പാറ ടീമും കാക്കശ്ശേരി D പ്രദേശ് ടീമും തമ്മിലാണ് തർക്കമുണ്ടായത്. വടനപ്പള്ളി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗണേശമംഗലം വെസ്റ്റ് സാന്ത്വനം നഗറിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് PR സജീവൻ അധ്യക്ഷനായി. വടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയുടെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണുകൾ ദാനം ചെയ്ത മരിച്ചവരുടെ കുടുംബങ്ങളെ ആദരിച്ചു. ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ ആദരം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമൽ അധ്യക്ഷത വഹിച്ചു. കിഡ്നി ദാതാവ് KF ബ്ലസൻ, ഗോപിനാഥൻ, PV ലോറൻസ്, ML സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് PF ജോയ്, ഗോഡ്വിൻ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു.
SYS 70-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് നടന്ന സംസ്ഥാന നേതാക്കളുടെ പര്യടനം SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വഹ സക്കാഫി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KB അബ്ദുൽ സലാം ഹാജി അധ്യക്ഷനായി. സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി പറവൂർ മുഹമ്മദ്, ഷമീർ റിയാദ്, PSM റഫീഖ്, ഷമീർ സക്കാഫി, നൌഫർ സക്കാഫി, റഫീഖ് തങ്ങൾ തളിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3359 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. മലക്കപ്പാറ മയിലാടുംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 തോട്ടം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മോരിക്കുട്ടിയെ കൊന്നു. മാള പുത്തഞ്ചിറയിൽ പശുനിർമ്മാണ യൂണിറ്റിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 25 ടൺ യൂറിയ പിടികൂടി. കർണാടകയിൽ നിന്നെത്തിച്ച യൂറിയയാണ് പിടികൂടിയത്. ചരിത്രപ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. ശനി, ഞായർ തീയതികളിലാണ് തിരുനാൾ. തൃശൂരിൽ 50 ലിറ്റർ വാഷ് പിടികൂടി. ആൾതാമസമില്ലാത്ത വീടിന് സമീപത്തുള്ള വെള്ളച്ചാലിനടുത്തുനിന്നാണ് വാഷ് കണ്ടെത്തിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.